മക്കൾസ്. അപ്പോൾ എന്താ നമുക്കൊന്ന് നടക്കാൻ പോയാലോ? അപ്പോൾ ഇതെന്തായാലും ആര്യങ്കാവാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം ഞങ്ങൾ എന്തായാലും പാലരുവി റൂട്ടിലേക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരുന്ന് ബോറടിക്കേണ്ടല്ലോ. ആര്യങ്കാവിൻ്റെ അഹങ്കാരമാണ് ഗൈസ് പാലരുവി എന്ന് പറയുന്നത്. അതെ, ഇതിൽ കൂടെ നടക്കുമ്പോഴല്ലോ ഗൈസ് നല്ല റിഫ്രഷ്മെൻ്റാണ്. ഭയങ്കര കാമാവും. നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ എന്താ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫുൾ നമ്മുടെ ഒരു കാട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പോൾ അതിലൂടെ നടക്കുമ്പോഴത്തേക്കും ഫുൾ നമ്മളൊന്ന് റിഫ്രഷ്ഡ് ആകും. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴി മഴച്ചാറ്റിൽ തുടങ്ങി ഗൈസ്. ഞങ്ങൾ എന്തായാലും ഒരുപാട് ദൂരം മുന്നോട്ട് നടക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്, സീക്രട്ട് സ്പോട്ടുകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. ഇടയ്ക്ക് വെച്ചിട്ട് മഴ പെയ്തു, ഞങ്ങൾ കയറി നിന്നു. പിന്നെ ഞങ്ങൾ മഴയൊന്ന് തോന്നപ്പോഴത്തേക്ക് വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ കാണുന്ന സ്ഥലത്താണ് പണ്ട് ഞങ്ങൾ വണ്ടി കഴുകാനൊക്കെ വരുന്നത്. അച്ഛൻ്റെ കൂട്ടത്തിൽ വന്ന് വണ്ടിയൊക്കെ കഴുകി തുണിയൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ അവിടെ നിന്ന് പോകുന്നത്. നല്ല തണുത്ത വെള്ളമാണ്. അവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഫുൾ നമ്മുടെ ബോഡിയിലുള്ള എന്തൊക്കെയോ ഭാരങ്ങൾ ഒഴുകിപ്പോയതുപോലെ തോന്നും. പിന്നെ ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇത്. ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത് പാലരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പാലരുവി അടച്ചിട്ടേക്കാണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റ് ആൾക്കാരൊന്നും നിങ്ങൾ കാണാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ഓരോ കാഴ്ചകളും കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ലാലല പടി നടന്നു പോവുകയായിരുന്നു. എന്തായാലും മഴ ചതിക്കരുതെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. എന്തായാലും ചെറിയ ചെറിയ ചാറ്റിലൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. പക്ഷേ നനയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ദേ ഗൈസ്, ഇതാണ് കേട്ടോ പാലരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കുതിച്ച് ചാടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും മഴ പെയ്തു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ കയറി നിന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ സമ്പൽ സമൃദ്ധമായ ഫുഡായിരുന്നു ഗൈസ്. അമ്മയുടെ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കഴിക്കാൻ അയ്യോ ഇപ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ച് എടപ്പള്ളിയിലേക്ക് വരാൻ വേണ്ടി ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കുറച്ച് പുതുക്കിയത് കൊണ്ട് ആ ഒരു ഭംഗി കുറഞ്ഞിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം പണ്ടത്തെ അവിടെ ഒരു വലിയ മാവും കാട്ടുമാങ്ങയൊക്കെയുള്ള മാവും നല്ല രസമായിരുന്നു കാണാനായിട്ട്. വേറൊരു വൈബായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളുടെ അവിടെ നിർത്തുന്ന ഈ ഗുരുവായൂർ ട്രെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഞങ്ങളുടെ അവിടുത്തെ പാലരുവിയുടെ പേരിലുള്ള പാലരുവി എക്സ്പ്രസ് ഒന്നും ഞങ്ങളുടെ നാട്ടിൽ നിർത്തില്ല ഗൈസ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ പാലരുവിയുടെ പേര് വിട്ടിട്ട് ഞങ്ങളുടെ അവിടെ നിർത്താതെ പോകുന്നത് ശരിയല്ലല്ലോ. പ്രതികരിക്കണം. എന്തായാലും ട്രെയിൻ വന്നു, കൂകി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വരുന്നത് കാണാനായിട്ട്. ചെറിയ ചാറ്റൽ മഴയും ആ ഒരു ട്രെയിൻ ചുവളൊടിച്ച് വരുന്നതും പക്ഷേ എനിക്കത്ര വലിയ സന്തോഷം തോന്നിയില്ല. കാരണം വീട്ടിൽ നിന്ന് പോവുകയാണല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ക്വൈറ്റ് നാച്ചുറൽ സഞ്ചിയിൽ നിറയെ ഫുഡായിരിക്കുമല്ലോ. അത് അമ്മ തന്നിട്ട് ഫുഡാണ് കേട്ടോ. ദേ അമ്മയും ചേട്ടനും കൂടെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഞങ്ങളെ കാത്ത്. ഞങ്ങൾക്ക് ട്രെയിൻ പോകുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ ടാറ്റയൊക്കെ തന്നു. എന്തായാലും ഗൈസ് നല്ല സങ്കടമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്. ഇനി വീട്ടിലോട്ട് ഇനി എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ ഉള്ളതായിരിക്കും ഞാൻ തിരിച്ചു വരുമ്പോൾ ആലോചിക്കുന്നത്. ഇനി എന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും എന്നുള്ളത്. അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രെയിനിലിരുന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ ഭയങ്കര രസമാണ് ഗൈസ്. എന്തായാലും എനിക്ക് ഈ ഗ്ലാസിൻ്റെ ഷട്ടർ ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷേ അത് ഇടാതിരുന്ന അദ്ദേഹത്ത് മൊത്തം വെള്ളം വീഴുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ 2 വിൻഡോ സീറ്റ് കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പുറത്തുള്ള സീനറീസൊക്കെ കണ്ട് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഇതാണ് ഞങ്ങളുടെ അടുത്ത അഹങ്കാരം, 13 കണ്ടറ പാലം. ഇവിടെ നിന്നുള്ള വ്യൂ വേറെ ലെവലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. ഇതിൻ്റെ ആ ഒരു അതിലേക്കൂടെ ട്രെയിൻ പോകുമ്പോൾ ഭയങ്കര പുറത്തോട്ട് നോക്കാനുള്ളൊരു ത്വരയാണ്. ഇത്രയും നാൾ കണ്ടിട്ടും മതിയായില്ലെന്ന് വെച്ചാൽ മതിയായിട്ടില്ല എനിക്ക് ആ ഒരു ബ്യൂട്ടിനെസ്. ഇതാണ് ഞങ്ങളുടെ ടണൽ. ഞങ്ങൾ തുരങ്കത്തിലൂടെ കയറുമ്പോൾ എന്തായാലും കൂവണം. അതൊരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഗൈസ്. അത് ഇത്രയും നാളായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ദൂരം ഒരുപാടുണ്ടേ. അങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന സീറ്റ് കിട്ടിയ ആ സ്ഥലത്ത് തന്നെ അപ്പം തന്നെ കയറി കിടന്നു കേട്ടോ. കാരണം ഇനി അടുത്ത ആൾക്കാർ വരുമ്പോഴത്തേക്ക് സീറ്റ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാകുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ. മറ്റേ ആ ഒരു കുഷൻ പോലത്തെ സംഭവം കൂടെ ഉള്ളതുകൊണ്ട് കിടക്കാനൊക്കെ സുഖമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എടപ്പള്ളിയിലെത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ റോഡിൽ കൂടെ തന്നെ നടക്കുമായിരുന്നു കേട്ടോ. ട്രെയിനിൻ്റെ ആ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് വഴികാട്ടിയായി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അപ്പോളേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.